വിശുദ്ധിയുടെ കാര്യത്തിൽ കാർലോ സാധാരണക്കാരനായിരുന്നുവെന്ന് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിൻ്റെ അമ്മ അന്റോണിയ സൽസാനോ പങ്കുവച്ചു. തൻ്റെ മകൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഒരു സാധാരണക്കാരൻ്റെതായിരുന്നുവെന്ന് പറഞ്ഞ ആന്റോണിയോ, അവൻ്റെ ബാല്യത്തിൽ എടുത്തു പറയാനുള്ള ഒരു സവിശേഷത എപ്പോഴെങ്കിലും ഒരു പള്ളിയുടെ മുൻപിലൂടെ കടന്നു പോകാൻ ഇടവന്നാൽ ഉടനെ ആ പള്ളിയിൽ പ്രവേശിച്ച് സക്രാരിയിൽ സന്നിഹിതനായിരുന്ന ദിവ്യകാരുണ്യത്തെ അവൻ വണങ്ങിയിരുന്നു എന്നതായിരുന്നെന്നും വ്യക്തമാക്കി. പക്ഷേ അതൊക്കെ ആ നാളുകളിൽ അത്ര വിശ്വാസി അല്ലാതിരുന്ന തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അന്റോണിയോ പറയുന്നത്. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെക്കുറിച്ച് അവൻ തന്നോട് വാക്കുതർക്കമുണ്ടാക്കിയിട്ടുള്ളതായി അന്റോണിയോ ഓർത്തെടുത്തു. തൻ്റെ ജീവിതം മാറിമറിഞ്ഞത് കാർലോയുടെ വരവോടുകൂടി ആയിരുന്നു എന്നും അവർ വെളിപ്പെടുത്തി. ഹെവൻ ക്യാൻ വെയിറ്റ് എന്ന കാർലോയുടെ ജീവിതത്തെ ഇതിവൃത്തമാക്കിയുള്ള സിനിമയുടെ റിലീസിന് മുന്നോടിയായി എസിപ്രാൻസ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു അന്റോണിയ. വിശ്വാസ സംബന്ധമായ കാർലോയുടെ ചോദ്യങ്ങൾ തന്നെ വളരെ അലോസരപ്പെടുത്തിയിരുന്നെന്നും എന്നാൽ അതുപോലും ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് ഇന്ന് താൻ മനസ്സിലാക്കുന്നതായും അന്റോണിയ വിശദമാക്കി. അന്റോണിയോയുടെ പിതാവിൻ്റെ മരണശേഷം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ 4.5 വയസ്സുള്ള കാർലോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിശയപ്പെടുത്തുന്നവ ആയിരുന്നുവെന്ന് അന്റോണിയ പങ്കുവച്ചു. താൻ ശുദ്ധീകരണ സ്ഥലത്താണെന്നും തനിക്കായി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ട പിതാവ് അവൻ്റെ അടുത്ത് വന്നതായുള്ള പരാമർശം വിശ്വാസത്തിലെടുക്കാൻ താൻ ഏറെ പ്രയാസപ്പെട്ടതായി അന്റോണിയ അനുസ്മരിച്ചു. ഇതു സംബന്ധിച്ച് ഒരു പുരോഹിതനുമായി സംസാരിക്കവേ, സഭയിൽ ഒരു സവിശേഷ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു കാർലോ എന്നായിരുന്നു ആ പുരോഹിതൻ്റെ വാക്കുകൾ. തൻ്റെ മാനസാന്തരത്തിൻ്റെ നാൾവഴികൾ പ്രസ്തുത സിനിമയിൽ ഉൾപ്പെടുത്തിയതിന് കാരണം തൻ്റെ ജീവിതത്തിലേക്ക് ദൈവസാന്നിധ്യം കൊണ്ടുവന്നത് കാർലോയായിരുന്നു എന്നതിലാണെന്ന് വ്യക്തമാക്കിയ അന്റോണിയ, കാർലോ തൻ്റെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുത്തപ്പോൾ അവൻ്റെ സാധാരണ ജീവിതം അസാധാരണമായ ഒന്നായി മാറിയെന്നും പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും അവൻ ചെയ്തത് യേശുവിന് വേണ്ടിയും യേശുവിനോട് കൂടെയുമായിരുന്നു. ദിവ്യബലി ഒരു ആചാരാനുഷ്ഠാനമെന്ന നിലയിൽ കണ്ടിരുന്ന എൻ്റെ കാഴ്ചപ്പാട് മാറിയത് കാർലോയിലൂടെ ആയിരുന്നു. ആത്മീയ കാര്യങ്ങളുടെ കാര്യത്തിൽ കാർലോയുടെ നിഷ്ഠയും സ്ഥിരതയും അവിശ്വസനീയമായിരുന്നുവെന്നും അന്റോണിയോ ഓർമ്മിച്ചു. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം അനേകർക്ക് വഴികാട്ടിയാവും എന്ന് അവർ കൂട്ടിച്ചേർത്തു. തൻ്റെ 7-ാം വയസ്സിലാണ് കാർലോ ആദ്യ കുർബാന സ്വീകരിച്ചത്. എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നതാണ് തൻ്റെ ജീവിതാഭിലാഷമെന്ന് കാർലോ പറയുമായിരുന്നു. കാർലോയുടെ ദിവ്യകാരുണ്യ ഭക്തിയാണ് തന്നെയും വിശുദ്ധ ബലിയിലേക്കും ജപമാല പ്രാർത്ഥനയിലേക്കും അടുപ്പിച്ചത് എന്നും അന്റോണിയ പറഞ്ഞു. പ്രാർത്ഥനയും നിരന്തര പരിശ്രമവുമാണ് വിശുദ്ധിയിൽ മുന്നേറുവാൻ കാർലോയെ ശക്തിപ്പെടുത്തിയത്. 1000 യുദ്ധങ്ങൾ ജയിച്ചാലും തന്നെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു പ്രയോജനമെന്ന് കാർലോ കൂടെ പറയുമായിരുന്നു. കാർലോ വിശുദ്ധിയിലേക്കുള്ള വഴിയായി കണ്ടത് കൂദാശകളെ ആയിരുന്നു. ആഴ്ചയിൽ ഒരു തവണ അവൻ കുമ്പസാരിക്കുമായിരുന്നു. വർഷത്തിലൊരിക്കൽ രോഗിലേപനം സ്വീകരിച്ചിരുന്നു. എൻ്റെ ആത്മാവിന് മുറിവേറ്റിരിക്കുന്നു, അതിനാൽ ഞാൻ രോഗിയാണ് എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള തൻ്റെ സുനിശ്ചിത വഴിയായി കാർലോ കണ്ടിരുന്നത് വിശുദ്ധ ബലിയെ ആയിരുന്നു. അതിനാൽ തന്നെ കമ്പ്യൂട്ടർ രംഗത്തുള്ള തൻ്റെ അറിവും കഴിവുമെല്ലാം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനാണ് അവൻ ഉപയോഗിച്ചിരുന്നത്. കാർലോയുടെ അഭിപ്രായത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്നവരെക്കാൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം അന്ന് ഈശോയെ കാണാനും മിണ്ടാനും പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് എപ്പോൾ വേണമെങ്കിലും അടുത്തുള്ള പള്ളിയിൽ പോയാൽ അവിടെ സക്രാരിയിലുള്ള ഈശോയെ കാണുവാനും സംസാരിക്കുവാനും നമുക്ക് സാധിക്കും. അവൻ്റെ ജീവിതം അറിയുന്നത് യുവജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും, കാരണം ഇന്നിൻ്റെ എല്ലാ പ്രലോഭനങ്ങൾക്കും മധ്യയാണ് കാർലോ തൻ്റെ ജീവിതം നയിച്ചിരുന്നത് എന്നും അവനിലെ ദൈവസാന്നിധ്യമാണ് അവനെ വീഴാതെ ശക്തിപ്പെടുത്തിയതെന്നും അന്റോണിയോ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.